ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനുസായുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധന രേഖയായ മാത്തർ പോപ്പുലി ഫിദേലി അഥവാ വിശ്വാസികളുടെ മാതാവ് എന്ന രേഖയെക്കുറിച്ചായിരുന്നുവല്ലോ ഈ നാളുകളിലെയൊക്കെ സംസാര വിഷയം. നാം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാക്കാണ് സഭ തെറ്റിദ്ധരുത്തിയിരിക്കുന്നുവെന്ന്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് സഭ തെറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ രേഖയിലൂടെ പരിശുദ്ധ കന്യകാമാതാവ് സഹരക്ഷകയല്ല എന്ന സഭയുടെ സാക്ഷ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്കിൽ പിന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് സഭയിലെ സ്ഥാനം എന്താണ്? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കന്യകാമാതാവിന് രക്ഷാകര ദൗത്യത്തിൽ വഹിച്ച അതുല്യമായ പങ്കിൻ്റെ അടിസ്ഥാനത്തിൽ 4 വിശ്വാസ സത്യങ്ങളിലൂടെയാണ് സഭ വണങ്ങുന്നത്. ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത എന്നിവയാണ് ആ 4 വിശ്വാസ സത്യങ്ങൾ. സഭയുടെ പാരമ്പര്യങ്ങളിൽ ഒന്നും തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുവാൻ സഹരക്ഷക എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈശോ മിശിഹ മാത്രമാണ് മനുഷ്യകുലത്തിൻ്റെ ഏകരക്ഷകൻ. അവിടുത്തെ രക്ഷ ഏകവും പൂർണ്ണവുമാണ്. ഈ കാരണത്താലാണ് പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയല്ല എന്ന് സഭ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥവും നമുക്കിതിന് സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. യേശുക്രിസ്തു തൻ്റെ കുരിശിലെ ബലിയിലൂടെ ഈ രക്ഷ സാധ്യമാക്കി. ഈ രക്ഷയാകട്ടെ ദൈവകൃപയാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഈ രക്ഷയിലേക്ക് തുല്യമായ സംഭാവനകൾ നൽകുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ കന്യകാമാതാവ് സഹരക്ഷകയല്ല എന്നും മറിച്ച് ദൈവകൃപകളോട് പൂർണ്ണമായി സഹകരിച്ച വ്യക്തിയാണ് എന്നും പഠിപ്പിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രബോധന രേഖയായ ലൂമൻ ജെൻസിയും ഇത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ലൂമൻ ജെൻസിയും 8-ാം അധ്യായം 52 മുതൽ 69 വരെയുള്ള പാരഗ്രാഫുകളിൽ മറിയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മറിയം ദൈവമാതാവായി ആദരിക്കപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ എല്ലാ പങ്കാളിത്തവും ഈശോ മിശിഹായിലുള്ള രക്ഷയിൽ ആശ്രയിച്ചാണ് എന്ന് ലൂമൻ ജെൻസിയും 60 നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിനോടുള്ള സഭയുടെ സമീപനം ആരാധനയല്ല, മറിച്ച് വണക്കമാണ്. ആരാധന എപ്പോഴും ദൈവത്തിന് മാത്രം നൽകുന്നതാണ്. മറിയത്തിനാകട്ടെ അത്യധിക വണക്കം. കാരണം അവൾ ദൈവകൃപയോട് പൂർണ്ണമായി സഹകരിച്ച വ്യക്തി എന്ന നിലയിൽ മാതാവിൻ്റെ അതുല്യതയെ ഇവിടെ എടുത്തു കാണിക്കുന്നു. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന പ്രബോധന രേഖയിലൂടെ സഭ ഈ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് ശക്തമായി ഊട്ടിയുറപ്പിക്കുന്നു. യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ. അവിടുത്തെ രക്ഷയുടെ അനന്യതയെ സഭ ശക്തമായി പ്രഘോഷിക്കുകയാണ് ഈ രേഖയിലൂടെ ചെയ്യുന്നത്. പരിശുദ്ധ ദൈവമാതാവ് സഹരക്ഷകയല്ല എന്ന് പറയുന്നതിനുള്ള കാരണം യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനന്യത ചോദ്യം ചെയ്യപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കാരണം അവിടുന്ന് മാത്രമാണ് മനുഷ്യകുലത്തിൻ്റെ ഏകരക്ഷകൻ. മറിയമാകട്ടെ ദൈവകൃപയോട് ഏറ്റവും പൂർണ്ണമായി സഹകരിച്ച വ്യക്തിയും. അതുകൊണ്ടാണ് സഭ പറയുന്നത് മാതാവിന് സഹരക്ഷക എന്ന പദം ഇനി മുതൽ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും സഭയുടെ പ്രബോധനങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈശോ മിശിഹ മാത്രമാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷകൻ. മാതാവാകട്ടെ ഈ ദൗത്യത്തിൽ ദൈവകൃപയാൽ സഹകരിച്ച വ്യക്തിയും. അതുകൊണ്ട് തന്നെ മാതാവ് തീർച്ചയായും നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കും. എന്നിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയാണ് രക്ഷയുടെ അടിസ്ഥാനം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ നാമമേ ഉള്ളൂ, അത് യേശുനാമമാണ്. ആമേൻ.